പരുന്തുംപാറ. പേര് പോലെ തന്നെയാണ് ഈ സ്ഥലം. ചിറക് വിരിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന പരുന്തിൻ്റെ രൂപത്തിലുള്ള പാറ. ഇടുക്കി ജില്ലയിലുള്ള ഈ വ്യൂ പോയിന്റ് കാണുവാനാണ് ഇന്ന് നമ്മളുടെ യാത്ര. ട്രിപ്പ് ഡെസ്റ്റിനേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് മനോഹരമായ ഈ വ്യൂ പോയിന്റ്. കോട്ടയം കുമിളി റൂട്ടിൽ പീരിമേഡിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ കഴിഞ്ഞ് കല്ലാർ കവല ജംഗ്ഷനിൽ നിന്ന് വീണ്ടും 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ പരുന്തുംപാറയിലെത്താം. ഇവിടെ ഗവൺമെൻറ് കൈവരി കെട്ടിയിട്ടുണ്ട്. കുറേയേറെ സ്റ്റെപ്പുകളുമുണ്ട്. ഞങ്ങൾ അതിലൂടെ നടന്നു. കൈവരിയുടെ അപ്പുറത്ത് അഗാധമായ കൊക്കയാണ്. ഈ സൂയിസൈഡ് പോയിന്റ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. ഈ കാണുന്നതാണ് പരുന്തിൻ്റെ തല. നടന്ന് നടന്ന് പരുന്തിൻ്റെ തലയുടെ മുകളിൽ വരെ പോകുവാൻ സാധിക്കും. പരുന്തുംപാറയിൽ നിന്നാൽ ശബരിമല തീർത്ഥാടന കാലത്ത് മകരജ്യോതി തെളിയുന്നത് കാണാം. അയ്യപ്പ ഭക്തന്മാർ മകരജ്യോതി ദർശിക്കുവാൻ തമ്പടിക്കാറുള്ള ഒരു സ്ഥലമാണ് ഇത്. ട്രെക്കിംഗ് എൻജോയ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം സാഹസികത നിറഞ്ഞ യാത്രയാണിത്. അതിമനോഹരമായ കാഴ്ചയാണ് ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ. ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറി മറിയും. അതിനാൽ ചിലപ്പോൾ കോട കൊണ്ട് നമ്മൾക്ക് ഈ താഴ്വരകൾ കാണുവാൻ സാധിക്കുകയില്ല. കൊക്കയുടെ വക്കിൽ നിന്ന് നമ്മളെ താഴെ വീഴ്ത്തുവാൻ മാത്രം ശക്തിയുള്ള കാറ്റാണ് ഇവിടെ ചിലപ്പോൾ വീശുന്നത്. അതിനാൽ കൊക്കയുടെ അധികം അറ്റത്തേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ സന്ദർശിക്കാൻ ഉചിതമായ സമയം. ഇവിടുത്തെ തണുത്ത ക്ലൈമറ്റും വീശിയടിക്കുന്ന കാറ്റും അതിമനോഹരമായ കുന്നുകളും അഗാധമായ താഴ്വരകളും നമ്മൾക്ക് ഒരു പ്രത്യേക അനുഭൂതി സമ്മാനിക്കുന്നു. ഇവിടെ നിന്ന് തിരിച്ചു കയറുന്നത് അല്പം ശ്രമകരമാണ്. വഴിയിൽ വീൽ ഘടിപ്പിച്ച ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ട്.
അവിടെ ചായയും ചെറുകടിയും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ലഭ്യമാണ്. ഫാമിലിയുമായി ഒരു ചെറിയ ഔട്ടിങ്ങിന് നല്ലൊരു സ്ഥലമാണ് ഇത്. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ സ്ഥലമാണ്. പരുന്തിൻ്റെ തല വരെ പോയി തിരിച്ചു വരുന്നത് ഒരു സാഹസിക അനുഭവം തന്നെയാണ്. അങ്ങനെ ചെറുതെങ്കിലും മനസ്സിനെ കുളിർപ്പിക്കുന്നതും ശാന്തമാക്കുന്നതുമായ ഒരു ഔട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി.